കമലാമ്മേ ഇവിടെ ആരും ദീപം തെളിയിക്കാത്തെ? ഇവിടെ വിളക്കൊന്നുമില്ലല്ലോ. അലങ്കാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മൾ വന്നിറങ്ങിയപ്പോ കണ്ട ക്ഷേത്രമില്ലേ, അവിടെ ഉള്ളൂ. ഇതൊരമ്പലം, അതൊരമ്പലം, രണ്ടമ്പലം ഉണ്ടോ? അതെന്താ കമലമ്മ രണ്ടമ്പലം? ഈ അമ്പലത്തിലുണ്ടായിരുന്ന ദേവിയെ ഇപ്പൊ അവിടെയാ കുടിയിരുത്തിയിരിക്കുന്നത്. ദേവപ്രശ്നത്തിൽ ഇവിടെ ദേവി വാഴില്ലെന്ന് പറഞ്ഞത്രേ. ദേവപ്രശ്നോ? കൊടിയിരുത്തലോ? അങ്ങനെയൊക്കെ ഉണ്ട്. കമലമ്മ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? എന്നോട് അവിടെ തൊഴാൻ വന്നൊരു വല്യമ്മച്ചി പറഞ്ഞതാ. ബാലു, നമുക്ക് അപ്പുറത്തെ അമ്പലത്തിലേക്ക് പോവാം. അവിടെ എല്ലാരും ഉണ്ടല്ലോ. ഇല്ല, ഞാൻ വരുന്നില്ല. ഇല്ല. മോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കോ. ഞങ്ങളോട് മാറി നിൽക്കാനല്ലേ മാളൂന്റെ അച്ഛൻ പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ നിന്നോളാം. മോള് പൊയ്ക്കോ. പൊയ്ക്കോ. ഞാനിപ്പൊ പോകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. മോളെ അവരന്വേഷിക്കില്ലേ? അവരന്വേഷിച്ചോട്ടെ, ഞാൻ പോകുന്നില്ല. ഞാൻ ബാലുവിന്റെ കൂടെ നിന്നോളാം. ബാലു വാ. ഓ, ഒരുവിധം അങ്ങ് ഒപ്പിച്ചെടുത്തു. പാചകത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പാറുവിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉടുത്തൊരുങ്ങി പൊട്ടും കുറിയും വെച്ച് നടന്നാ പോരാ, വീട്ടുകാര്യങ്ങളും നന്നായിട്ട് അറിയണം. അതെ ലളിതാമേ, പെറ്റമ്മയ്ക്ക് മകൾ ചെന്ന് കയറുന്നിടത്ത് മരുമകൾ എന്നുള്ള ചിന്ത വേണ്ട ലളിതാമേ. വേലി പുറത്തിരുന്നതിനെ വേലിക്കകത്താക്കുക. പാറുവിന് എന്തെങ്കിലും അറിവ് കേടോ കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവളെ തിരുത്താൻ പഠിപ്പിക്കാം. പഠനത്തെ ഇവളുടെ വേരറ്റു. ഇനി വേരുറക്കേണ്ടത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയാ. ഭഗവതി. ഭഗവതിയോ? ഇത് റാണി ആന്റിയാ. അല്ല, കുട്ടിനാരായണിയാ. ഈ ബാലുവിനൊന്നും അറിയൂല. ആന്റി, ആഹാ, എന്നെ ഓർമ്മയുണ്ടല്ലേ? അന്ന് സപ്തതിക്ക് കണ്ടതല്ലേ? മാളും തന്നെയല്ലേ പേര്? ആ, എല്ലാ ആന്റിമാരും വന്നിട്ടുണ്ടോ? എല്ലാരും വന്നിട്ടുണ്ട്. മാളു എന്താ അങ്ങോട്ടേക്ക് വരാത്തത്? വരാം. ഇനി എപ്പോഴാ? കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ശരി. ബാലു വാ. എനിക്ക് കുറച്ചുകൂടി പൂവ് എടുക്കാനുണ്ട്. ശരി. ഡോക്ടറെ, ഡോക്ടറെ, ഞാൻ എവിടെയുണ്ട്? പാർവതി എവിടെ? അവിടെ ദീപോത്സവം തുടങ്ങിക്കഴിഞ്ഞു.
പാറു വിളക്കെത്തിക്കാൻ പോവാ. എന്നാ വാ നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അവിടെ എല്ലാരും ഉണ്ട്. അമ്മാവനും നകുലിനും ഇന്ദിരയത്തും ഒക്കെ ഉണ്ട്. ഡോക്ടറെ കണ്ട ആരാ എന്താന്നൊക്കെ അവര് ചോദിക്കും. അത് വേണ്ട. ഡോക്ടർ വന്ന കാര്യം ആരും അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോ പാർവതി എങ്ങനെ കാണാ? പാറുവിനെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഡോക്ടർ ഇവിടെ നിന്നാ മതി. ഇതുവരെ വന്നിട്ട് പാർവതി കാണാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പാറുവിനെ കണ്ട് സംസാരിച്ചിട്ടേ ഡോക്ടർ ഇവിടുന്ന് പോവൂ. എന്റെ ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും പാറുവിനെ ഞാൻ ഡോക്ടറെ അടുത്ത് എത്തിച്ചിരിക്കും. ദീപം തെളിയിച്ചു കഴിഞ്ഞാലേ പാറുവിനെ തനിച്ചു കിട്ടൂ. അതുവരെ ഡോക്ടർ ഇവിടെ നിന്ന് നിൽക്കണം. ശരി, അതിൽ നിവൃത്തിയുള്ളൂ. പിന്നൊരു കാര്യം, ആരുടെയും കണ്ണിപ്പെടണ്ട. പുറത്തുനിന്ന് ഒരാളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ശ്രദ്ധിക്കും. അത് പിന്നെ അമ്മാവിന്റെ ചെവിലെത്തി ആകെ കുഴപ്പമാവും. ഞാൻ ശ്രദ്ധിച്ചോളാം. പാറുവിനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ.